വാലും തലയും. അപ്പൊ ഞാനിപ്പോ ചോദിക്കണം, ക്യാമറ കൂടെ ഒന്ന് കൈകാര്യം ചെയ്തൂടെ? ഞാൻ ഇതുവരെ ഇത്രയും ചെയ്തിട്ട് തന്നെ എന്റെ വിമർശകരാകെ വിഷമിച്ച് നിൽക്കുകയാണ്. ഞാൻ വിമർശകരെ എങ്ങനെയാണ് കാണുന്നത്? എനിക്ക് വിമർശകരോട് വളരെ ബഹുമാനമുണ്ട്. പക്ഷെ ഞാൻ പൊതുവിൽ പറയുന്ന ഒരു കാര്യം, വിമർശകർ എന്നെ പറ്റി എന്തുകൊണ്ട് എന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് ഞാൻ വിചാരിക്കുന്ന കാര്യം, എനിക്ക് ലേശം സൗന്ദര്യം കുറവാണെന്നാണ് വിമർശകർ പറയുന്നത്. വിമർശകർ പറയുന്നു അങ്ങനെയാണ്, വിമർശകരുടെ ഒരു ഐഡിയ ആണ്. അപ്പോ അതിപ്പോ അമ്മയെ തല്ലിയാലും അഭിപ്രായം ഉണ്ടാവും. പക്ഷെ ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ ദൈവം നമുക്ക് ഇത്രയൊക്കെ സൗന്ദര്യം തോന്നുള്ളൂ. ഇനിയിപ്പോ പ്രത്യേകിച്ച് വെളുക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്ത അവസാനം മൈക്കിൾ ജാക്സനെ പോലെ ആയിക്കഴിഞ്ഞാൽ അത് പ്രശ്നമല്ലേ? അല്ല, അതല്ല, സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ തൽക്കാലം ദൈവം തന്ന സൗന്ദര്യമായി തുടരാനാണ് താല്പര്യം. മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കിച്ചാൽ ഇപ്പൊ കേരള സംസ്ഥാനത്ത് ഒരു 100-ൽ 10 പേരേ ഉള്ളൂ ഒരു കാഴ്ചക്ക് അടിപൊളി ഫിഗർ എന്നൊക്കെ പറയാനുള്ളൂ. അപ്പൊ ഈ 90% ആൾക്കാർ എന്നെ പോലെ സൗന്ദര്യം ഈ ലെവലിൽ സ്റ്റാൻഡേർഡ് ഉള്ള ആളുകളാണ്, സൗന്ദര്യം കുറഞ്ഞ മനുഷ്യന്മാരാണ്. അപ്പം മലയാളത്തിലെ എല്ലാ നടീനടന്മാരും നല്ല സുന്ദരക്കുട്ടപ്പന്മാരും സുന്ദരക്കുട്ടപ്പിമാരുമാണ്. അപ്പോൾ ഈ 10% റെപ്രസെൻറ്റേറ്റീവാണ് അവരുടെ കഥകളൊക്കെ. ഇപ്പം നമ്മൾ ഒരു സുന്ദരൻ്റെ കഥയും സുന്ദരിയുടെ കഥ പറയുമ്പോൾ അവരുടെ വീട്ടിലെ കഥയാണ് വരുന്നുള്ളൂ. ഈ സൗന്ദര്യം കുറഞ്ഞവൻ്റെ വീട്ടിലും, ദാറ്റ് ഈസ് 90% വീട്ടിലും എന്തെങ്കിലുമൊക്കെ ഒരു കഥ നടക്കുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും ചിന്തിച്ചു നോക്കുക. അപ്പം ആ കഥയാണ് ഞാൻ പറയുന്നത്. ചിന്തിച്ചു നോക്കുക, അവരുടെ വീട്ടിൽ എന്തെങ്കിലും കഥ നടക്കുന്നുണ്ടല്ലോ. പക്ഷെ ഈ എൻ്റെ വിമർശകർ പറയുന്ന ഒരു പോയിന്റ് എന്ന് വെച്ചാൽ, ഇപ്പൊ മറ്റുള്ള സംസ്ഥാനത്തിലെ ജനങ്ങൾ നമ്മളെ മലയാള സിനിമ കാണുമ്പോൾ, ഈ നമ്മളെ നടീനടന്മാരൊക്കെ ഇങ്ങനെ സുന്ദരക്കുട്ടപ്പനും കുട്ടപ്പിയൊക്കെ കാണുമ്പോൾ അവർക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാവും അത്രേ, ഈ മലയാളികൾ ഇങ്ങനെ ഭയങ്കര സായിപ്പന്മാരാണെന്ന്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, അങ്ങനെ ചിന്തിക്കണമെങ്കിൽ അവർ കണ്ണുപൊട്ടന്മാരായിരിക്കണം. കാരണം അവർ നമ്മളുടെ സിനിമ മാത്രമല്ല, സാക്ഷാൽ മലയാളികളെ നേരെ ലൈവായിട്ട് കാണുന്നുണ്ടല്ലോ. പ്രത്യേകിച്ച് നമ്മളെ മലയാളികൾ ലോകത്തെല്ലായിടത്തും. ഇപ്പൊ ഞാൻ പറയുന്നു, ഇപ്പൊ കാശ്മീരിലെ ജനങ്ങൾ മുഴുവൻ കാഴ്ചയ്ക്ക് ഫിഗർ ഉള്ളവരാണ്, അല്ലെങ്കിൽ അവരുടെ സിനിമകളൊക്കെ അങ്ങനെയാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു കാശ്മീരിയെ നോക്കൂ, അവൻ ഫിഗർ ഉള്ളവനായിരിക്കും. ഈ സിഖുകാര്, ഈ പഞ്ചാബിലെ ജനങ്ങളൊക്കെ നല്ല സ്ട്രോങ് ആണ്, ഹെൽത്തി. അവരുടെ സിനിമയിൽ അങ്ങനെയാണ്. നിങ്ങൾ അവരെ ഏതെങ്കിലും ഒരു സിഖിനെ നിങ്ങൾ നേരെ കാണും, അപ്പൊ അവരങ്ങനെ തന്നെയാണ്. അല്ലാതെ നിങ്ങൾ സിനിമയിൽ കുറെ തൊഴിലെടുപ്പുള്ളവനെ കാണിച്ചുകൊണ്ട് മാത്രം മലയാളികൾ ഈ സിനിമയോട് കൂടി, ഈ ദീപാവലിയോട് കൂടി അതിനൊരു പടക്കം പൊട്ടുകയാണ്. പടക്കം പൊട്ടി ഇവിടെ തിരുത്തി കുറിക്കണം നമ്മൾ. മാത്രമല്ല, ഞാൻ എല്ലാവരും പറയുന്നത് വെച്ചാൽ, കഴിവിന്റെ അടിസ്ഥാനത്തിൽ വേണം ഒരാളെ വിലയിരുത്താൻ, അല്ലാണ്ട് അയാൾ വെളുത്തു കറുത്തു മാത്രമല്ല. ഇപ്പോൾ ഒരാൾ വെളുത്തു കറുത്തു, അതിപ്പോൾ അച്ഛനും അമ്മയ്ക്കും കുറച്ച് തൊഴിലെടുപ്പുണ്ടെങ്കിൽ നമ്മൾ വെളുക്കുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഭൂമിയിൽ ഏതെങ്കിലും ഒരാൾ അങ്ങനെ ഞാനൊരു സുന്ദരനാവണം, ഞാനൊരു പറ്റില്ല. നമ്മൾ ജനിച്ചതിന് ശേഷമാണ് നമ്മൾ ഹിന്ദുവാണ്, ക്രിസ്ത്യാനിയാണ്, മുസ്ലിമാണ്, അല്ലെങ്കിൽ നമ്മൾ വെളുത്തിരിക്കുന്നു കറുത്തിരിക്കുന്നു, ഇതൊക്കെ നമ്മൾ ഇറങ്ങി വന്നതിന് ശേഷം അറിയുന്ന ഒരു കാര്യം. തത്വമാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. നമ്മൾ ആരും പ്രതീക്ഷിച്ചുകൊണ്ടല്ല നമ്മൾ ജനിക്കുന്നത്. സൗന്ദര്യം നമ്മൾ ഞാനൊരു സുന്ദരനാകണമെന്ന് പറഞ്ഞ് പ്രതീക്ഷ നമുക്ക് ജനിക്കാൻ പറ്റില്ല. അത് ആ പോയിന്റ് നമ്മൾ അല്ല, അദ്ദേഹത്തിന്റെ ആ പോയിന്റാണ് നമ്മൾ ഒന്നാമത് കിട്ടിയിരിക്കുന്നത്. ഇനി എന്റെ ചോദ്യം മറ്റൊന്നിലേക്ക് പോകണം. മറ്റൊന്നുമല്ല, ഈ സ്ത്രീകളെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഈശ്വര, സ്ത്രീകളെ കുറിച്ച് ഞാനൊരു ചാനലിൽ, നല്ല കാലത്തെയോ കഷ്ടകാലത്തിനോ, അവരെന്നോട് പറയണ്ട, ഒരുപാട് സ്ത്രീകൾ കാണുന്ന ഒരു ചാനലായിരുന്നു. അപ്പോൾ അവരെന്നോട് ചോദിക്കണ്ടേ, സന്തോഷ് സാറേ സ്ത്രീകളെ നിങ്ങൾ എങ്ങനെ കാണുന്നു? അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ സ്ത്രീകളെ ബഹുമാനിക്കുന്നു. ഒരു സ്ത്രീയും പുരുഷനും തമ്മിലൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കിയത് ഒരു സ്ത്രീക്ക് പ്രസവിക്കാനുള്ള കഴിവുണ്ട്, പുരുഷൻ അതില്ല. ഇങ്ങനൊരു കാര്യം ഞാൻ പറഞ്ഞു. ഇത് പറഞ്ഞ് ആ സംപ്രേഷണം ചെയ്തതിന് ശേഷം എൻ്റെ ഫോണിൽ പിന്നെ ഒഴിവില്ലാതെ പലരും എന്നെ വിളിച്ച് ചോദിച്ചു, എൻ്റെ വിമർശകർ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ? ഉളുപ്പില്ലേ എന്ന് ചോദിച്ചോ? തീർച്ചയായിട്ടും അവർ ചോദിച്ചു. അപ്പം ഞാൻ അവരോട് പറഞ്ഞ ഉത്തരം, നമ്മൾ ആ ഒരു സ്ത്രീക്ക് പ്രസവിക്കാനുള്ള കഴിവിനെ വളരെ ചെറുതായിട്ട് കാണരുത്. ഇപ്പോൾ ടേക്ക് എൻ എക്സാമ്പിൾ, ഇപ്പോൾ ചില കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ മരിക്കുന്ന ഒരു കേസ് വിചാരിച്ചോളൂ. ആ സമയത്ത് അച്ഛനും അമ്മയ്ക്ക് ഒരുപോലെ അല്ല ദുഃഖം വരുന്നത്. ഒരു അച്ഛനേക്കാൾ ദുഃഖം ഒരു അമ്മയ്ക്ക് ഉണ്ടാവുന്നു. നൊന്ത് പ്രസവിച്ചു എന്നതിലുപരിയായി കുട്ടി ജീവിച്ചിരുന്നാലും ഇല്ലെങ്കിലും ആ സ്ത്രീ പ്രസവ ശുശ്രൂഷ എന്നുള്ള സാധനം കറക്റ്റായിട്ട് ചെയ്യണം. ഇവിടെ അച്ഛന് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നും വരാനില്ല. നമ്മൾ ഒരു സ്ത്രീയുടെ പ്രസവിക്കാനുള്ള കഴിവിനെ കാണുന്നത് ഞാൻ പറഞ്ഞു. അപ്പോൾ ഒരു ജീവിച്ചിരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഒരു സ്ത്രീ വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ആ കാര്യം ചെയ്യുമ്പോൾ, സിസേറിയനാണെങ്കിൽ 6 മാസം വരെ ആ പ്രസവ ശുശ്രൂഷ ചെയ്യുമ്പോൾ, ഇവിടെ മരിച്ചു പോയ ഒരു കുട്ടി അതിനുള്ള വിഷമം ഒരു സൈഡിൽ ഉണ്ടാവുകയും അതേസമയം തന്നെ പ്രസവ ശുശ്രൂഷ ഒരു സ്ത്രീക്ക് ചെയ്യേണ്ടി വരുന്നു. മാത്രമല്ല, കുട്ടി ജീവിച്ചാലും മരിച്ചാലും ഒക്കെ പാലുണ്ടാവുകയും ചെയ്യും. ഒരു കുട്ടി ജീവിച്ചിരിക്കുമ്പോൾ പാല് വരുന്ന പോലെയല്ല മരിച്ചപ്പോൾ ഉണ്ടാവുന്നത്.
ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ ചിന്തിച്ചു എന്നുള്ളതാണ് അല്ലേ നമ്മൾ ഓരോ. അല്ല ഞാൻ അതാണ് അത്രയും കേട്ടപ്പോ അവൻ എന്നോട് പറഞ്ഞു, സന്തോഷ് സാറെ ഞാൻ ഇത്രയും ചിന്തിച്ചിരുന്നില്ല. സാറ് പറഞ്ഞു കറക്റ്റാണ്. നമ്മളൊക്കെ ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുഞ്ഞു മരിച്ചു പോയി, പക്ഷെ അദ്ദേഹത്തിന്റെ ചിന്തകൾ പോകുന്ന ആ ഒരു രീതിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സെർവ് ചെയ്യുന്നു ഈ പറഞ്ഞു വന്ന കേട്ടത് തോന്നുന്നു ഒരു സ്ത്രീപക്ഷവാദിയെ പോലെ തോന്നുന്നു എനിക്ക്. അല്ലെങ്കിൽ ഈ സ്ത്രീക്കും പുരുഷനും ഈ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ? ഒന്ന് പറഞ്ഞതിന്റെ ഹാങ് ഓവർ തീർന്നിട്ടില്ല. എനിവേ നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറയണം, ഒരു സ്ത്രീയും പുരുഷനും നമ്മളൊരു പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം ഞാൻ കണ്ടത്, ഇനി അതൊരു വിവാദം ആവില്ല എന്ന് വിചാരിക്കുന്നു. ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെ സ്ത്രീനെ ഒരു ദേഷ്യം പിടിപ്പിക്കണം എന്നുണ്ടെങ്കിൽ കുറെ ചീത്തയും തെറിയൊക്കെ വിളിക്കണം. അത്രയ്ക്ക് ചീത്ത വിളിച്ചാലേ ഒരു സ്ത്രീയുടെ കണ്ണിൽ ഒരു ലേശം കണ്ണീരൊക്കെ വരുള്ളൂ, സ്ത്രീയുടെ കണ്ട്. അതേസമയം ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെ ദേഷ്യം പിടിപ്പിക്കണം അല്ലെങ്കിൽ ഒന്ന് പിണക്കണം എന്ന് വിചാരിക്കാം, വെരി സിമ്പിൾ. വെറുതെ മിണ്ടാതിരുന്നാൽ മതി. കുറച്ചു നേരം മോളെ കരളെന്നൊക്കെ നമ്മൾ വിളിക്കും, അവൾ മൈൻഡ് ചെയ്യുന്നില്ല, നമ്മൾ ഉടനെ കരഞ്ഞുകൊണ്ടേയിരിക്കും. ദാറ്റ് ഈസ് ഒരു പുരുഷനെ സ്ത്രീയെ കരയിപ്പിക്കാൻ ഒരുപാട് എനർജി ആവശ്യം വരുമ്പോൾ ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെ കരയിപ്പിക്കാൻ യാതൊരു എനർജിയുടെ ആവശ്യം. ഇനി ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകണം. സന്തോഷമുണ്ട്. ഈ ഡാൻസ് പഠിക്കാതെ എങ്ങനെയാണ് കോറിയോഗ്രഫി ഓൺ ദ സ്പോട്ടിലാണ് ചെയ്യാറുള്ളത് അല്ലേ പലപ്പോഴും? തീർച്ചയായിട്ടും. അതിപ്പോൾ ഡാൻസിന്റെ കാര്യം മാത്രമല്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ചെയ്ത ഒരുവിധ എല്ലാ കാര്യങ്ങളും ചോദിക്കേണ്ടി വരും. കാരണം ഇപ്പം ഞാൻ ഡയറക്ഷൻ പഠിച്ചിട്ടില്ല, ഞാൻ ആരുടെയും അസിസ്റ്റൻ്റായിട്ട് പോയിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരാൾ ഒരു എത്ര ടഫായിട്ടുള്ള ഒരു ഇതാണെങ്കിലും കൺസീലാണെങ്കിൽ ഞാൻ അതുപോലെ ചെയ്യും. പിന്നെ അത്യാവശ്യം നെറ്റിന്ന് ഞാൻ ഇടയ്ക്ക് ചില സ്റ്റെപ്സ് നോക്കി നോക്കാറുണ്ട്. എന്നാലും ബാക്കിയൊക്കെ ഞാൻ ഓൺ ദ സ്പോട്ട് തന്നെയാണ് ചെയ്യാറുള്ളത്. തീർച്ചയായിട്ടും. ആ പാട്ട് കേട്ടില്ല, നമ്മുടെ പഴയ പാട്ടാണ്. 3 4 മ്യൂസിക് ഇട്ട്. ഇതാണ് പാടം നമുക്ക്. ഞാൻ ഇതൊന്നും പഠിച്ചെടുക്കുമല്ലോ. ബട്ടക്സിന്റെ സാധനമില്ല. ഇതാണ് പ്രധാനം. നെഞ്ച് തടിക്കാനാ ബട്ടക്സ്. ഇതൊന്നുമില്ല, വേറെ ബോഡി വേഴ്സ് അതൊന്നുമില്ല. ഗംഭീരമായിരിക്കുന്നത്. അതായത് സത്യം പറഞ്ഞാൽ നമുക്ക് എനിക്കൊന്ന് പ്രിയപ്പെട്ട ഇനിയിപ്പോ ഈ ലക്ഷക്കണക്കിന് ആരാധകരൊന്നും അല്ല, ഇതൂടെ കാണുമ്പോ ആരാധകരുടെ ഒരു പ്രവാഹം തന്നെ ആയിരിക്കും. എനിക്ക് തോന്നുന്നു നേരത്തെ അദ്ദേഹത്തിന്റെ ആ മൊബൈലിൽ ഇപ്പൊ എത്ര കോൾ വന്നിട്ടുണ്ടാവുന്നു. ഇപ്പൊ നമുക്ക് എന്നോട് ചെറിയൊരു ഉദാഹരണം അനീഷ് വേണേ ബെറ്റ് വെച്ചോളൂ. ഇപ്പൊ ഒരു 10 മണിക്കൂറായിട്ട് ഇതിപ്പോ ഞാൻ പുതുതായിട്ടൊന്നും ഫോൺ എടുത്തിട്ടില്ല. ഈശ്വര, ഞാനൊരു 1000 വിചാരിച്ചതാ. നോക്ക്, 1600 കഴിഞ്ഞു. ഇന്ന് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഫോൺ വരുന്നത് എനിക്കാ. ഉറപ്പിച്ചൊരിക്കൽ പറയാൻ പറ്റും. ആ പ്രസ്താവന ഒന്നുകൂടി. ഇന്ന് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഫോൺ വരുന്നത് എനിക്കാണ്. തെറ്റിച്ചവന്മാര് നിങ്ങളെ ഞാൻ പാപ്പ പ്രമോദ ഞാൻ പറഞ്ഞിട്ടുണ്ട് സാർ, ഒന്നുകൂടെ അത് പറഞ്ഞേ. ആ പ്രസ്താവന കഴിഞ്ഞ അടിക്കണ്ടേ? ഞാൻ പറഞ്ഞോ? അതാണ്. ഒന്നുകൂടി ആ പ്രസ്താവന മാത്രം പറഞ്ഞാൽ. ഇന്ന് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഫോൺ വരുന്നത് എനിക്കാണ്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഐഡിയന്റെ കണക്ഷനാണ്, പോയി അന്വേഷിക്കാവുന്നതാണ്. മാത്രമല്ല ഈ ഫോണിന് ഇപ്പൊ റിംഗ് ടോൺ ഒന്നും ഇല്ല. കാരണം 24 മണിക്കൂർ ഇങ്ങനെ ഫോൺ വന്നുകൊണ്ടിരിക്കും. പിന്നെ എന്ത് റിംഗ് ടോൺ? ഇടയ്ക്ക് വരുന്ന ഫോണിനല്ല റിംഗ് ടോണിന്റെ ആവശ്യം. ദൈവവിശ്വാസിയാണെന്ന് പറഞ്ഞല്ലേ എന്റെ കൈ ഫോൺ ഇരിക്കണം. കാരണം എനിക്ക് 3 മാസം കൂടുമ്പോഴാണ് 100 കോൾ വരുന്നത്. അല്ല, അത് റിസ്ക് ആണ്. ഒരുപാട് സ്ത്രീകളുടെ ഫോൺ വരാറുണ്ട്, അതുകൊണ്ട് വേറെ കൊടുക്കാറില്ല. വാലും തലയും